കോഴിക്കോട് അഴകൊടി ക്ഷേത്രത്തിന്റെ അടുത്ത് മോഷണമുണ്ടായി. അതിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു. മോഷണം നടന്ന സ്ഥലത്ത് ഇപ്പോൾ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തുകയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 21 പവൻ സ്വർണ്ണമാണ് ഇപ്പോൾ മോഷണം പോയെന്ന വിവരം. മോഷണം നടന്ന വീട്ടിൽ ഇപ്പോൾ ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, ഇപ്പോൾ പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്ന എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് അറിയാനാകുന്നത്? ഡോഗ് സ്ക്വാഡ് എത്തിയുള്ള പരിശോധനയാണ്. സ്മൃതി, ഡോഗ് സ്ക്വാഡ് അല്പസമയത്തിനകം എത്തും. ഈ വീടെന്ന് പറയുന്നത് വിനോദ് ഭട്ടത്തിരിപ്പാട്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, സൈബർ വിദഗ്ധനാണ്. ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ സ്ഥിര സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഈ മോഷണം നടന്നിട്ടുള്ളത്. ഇന്നലെ അദ്ദേഹവും കുടുംബവും ഗുരുവായൂരിൽ ദർശനത്തിനായിട്ട് പോയതായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ 6 മണിയോട് കൂടിയിട്ടാണ് ഇവർ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വൈകിട്ട് 4 മണിയോടുകൂടി അവർ തിരിച്ചെത്തുകയും ചെയ്തു. ഈ സമയത്തിനിടെ ഏകദേശം 8 മണിക്കൂർ ഗ്യാപ്പിനുള്ളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. വീടിന്റെ മുകളിൽ സൂക്ഷിച്ച അലമാരയിലെ 21 പവനാണ് മോഷണം പോയിട്ടുള്ളത്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഗേറ്റ് പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ഈ ഡോർ പൂർണ്ണമായിട്ടും പൊളിച്ചിട്ടുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പൊളിച്ചിട്ടാണ് അകത്ത് പ്രവേശിച്ചിട്ടുള്ളത്. ഇന്നലെ എപ്പോഴായിരുന്നു ചേച്ചി ഈ സംഭവം നടക്കുന്നത്? എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളൊരു 6:15 കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് തിരിച്ചു വന്നത് വൈകുന്നേരം 4:15 4:15 വന്നപ്പോൾ ഗേറ്റ് പൂട്ടി കിടക്കേണ്ടത് ഞാൻ തന്നെയാണ് തുറന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ഫ്രണ്ട് ഡോർ, മോസ്കിറ്റോ നെറ്റാണ് മുകളിലുള്ളത്, അത് തുറന്ന് നോക്കിയപ്പോഴാണ് ഇത് മുഴുവൻ തുറന്ന് കിടക്കണം. ഏകദേശം എത്ര പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു അലമാരയിൽ? കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടിട്ടില്ല. ഫിംഗർ പ്രിൻറ്റ് വിദഗ്ധർ വന്നോട്ടെ എന്ന് വെച്ചിട്ട് ഒരു അറൗണ്ട് 20 പവൻ ഉണ്ടാവും. ഏകദേശം കണക്കാണ്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒരു കല്യാണത്തിന് നെക്ലസ് എടുത്തുകൊടുന്നു തിരിച്ചു കൊണ്ടുവയ്ക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് മാത്രം കുറച്ചാണ്. മെയിൻ ഇതൊക്കെ ലോക്കറിലാണുള്ളത്. അപ്പം CCTVയിൽ ആരോ പതിഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരാളെ സംശയമുണ്ട് എന്നും പറയുന്നു. അതായത് ആരെങ്കിലും രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവം? ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. CCTVയിൽ ഇവിടെ CCTV ഇല്ല. അപ്പുറത്തെ ബിൽഡിങ്ങിൽ അവിടെ ലിയോറാവില്ല, അവിടെ CCTV ഉണ്ട്. ഞങ്ങൾ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇവിടെ നടക്കണത് കണ്ടു എന്ന് അവരുടെ വിഷ്വൽസിലുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പോകുമ്പോൾ ആരെയും കണ്ടതായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് പൂട്ടുമ്പോഴൊന്നും ഈ പ്രദേശത്തൊന്നും ആരുമില്ല. പിന്നെ രാവിലെ അല്ലേ, അപ്പോൾ ആരെയും കണ്ടിട്ടുമില്ല. അത് അങ്ങനെയാണ്. കാരണം CCTV ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുള്ളത് ഇവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മിനിറ്റകം തന്നെ ഇവിടെ മറ്റൊരാൾ വരുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹം കുറച്ചു നേരം ഇവിടെ തിരിഞ്ഞു കളിക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ അറിയില്ല. ഇപ്പോൾ വിനോദ് ഭട്ടത്തിരിപ്പാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാറേ, ഇപ്പം എത്ര പവനാണ് മോഷണം പോയത് എന്നാണ് ഒരു ഏകദേശ കണക്ക്? ഏകദേശം ഒരു 20 പവൻ ആണ്. പിന്നെ കുറച്ച് കല്ലുകളും ഒരു 25 ലക്ഷത്തിൻ്റെ സാധനങ്ങളും. ഇതിപ്പം CCTV ദൃശ്യത്തിൽ ഉള്ള ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അതെ, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആ ഭാഗം മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. ഈ ഭാഗം കൂടി പരിശോധിച്ചാലേ ക്ലിയർ ആവുള്ളൂ. എപ്പോഴാണ് നിങ്ങളെ ശ്രദ്ധയിൽ എത്തിപ്പെടുന്നത്? 4:15. എപ്പോഴാണ് നിങ്ങൾ എത്തുന്നത്? ഞങ്ങൾ 4:15 എത്തുന്നത്. എത്തിയ ഉടനെ തന്നെ ഗേറ്റ് തുറന്നു. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ പോലീസ് വളരെ പോസിറ്റീവ് ആണ്. ഇന്നലെ ആദ്യം ഒരു ടീം വന്നു, പിന്നെ ക്രൈം സ്ക്വാഡ് വന്നു, പിന്നെ മൂന്നാമതൊരു ടീം വന്നു. അപ്പോൾ അവരൊക്കെ വളരെ ഇതാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഡോഗ് സ്ക്വാഡ് ഒക്കെ ബിസി ആയിരിക്കും. അതിൻ്റെ ഒരു ഡിലേ ചെറുതായിട്ടുണ്ടെന്നല്ലാതെ അത് പോലീസിൻ്റെ ദോഷമായിട്ട് നമുക്ക് പറയാൻ വയ്യ. അവർ ഇന്ന് രാവിലെയും വന്നിരുന്നു പോലീസ്. എന്നിട്ട് ഡോഗ് സ്ക്വാഡ് ഇപ്പോൾ വരുന്നു പറഞ്ഞു. ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എപ്പോൾ വന്നു, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. താങ്ക്സ് സാർ. ഇപ്പോൾ കൂടുതൽ പോലീസ് എന്തായാലും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രചരണവുമായി ബന്ധം അല്ലെങ്കിൽ പര്യടനമൊക്കെ നടക്കുന്നത് കൊണ്ട് പോലീസിനും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡിനും വിരലടയാള വിദഗ്ധർക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചേരുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ കൂടുതൽ പോലീസ് എന്തായാലും ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ 21 പവൻ, അതായത് 20 പവനോളമാണ് മോഷണം പോയത് എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്കായിട്ട് ഇപ്പോൾ പോലീസിനെ ഇവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വീട് കൃത്യമായിട്ട് അറിയാവുന്ന, ഇവർ വീട്ടിലില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ഒരാളാണ് മോഷണത്തിന് പിന്നിൽ എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമാണ്. പ്രത്യേകിച്ച് മുകളിലത്തെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളാണ് പോയിട്ടുള്ളത്. താഴത്തെ മുറിയിൽ ഈ കള്ളൻ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ താഴത്തെ മുറിയിൽ യാതൊരു തരത്തിൽ അലങ്കോലപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മറിച്ച് ഈ മുകളിലത്തെ ഈ സ്വർണം സൂക്ഷിച്ച മുറിയിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ അലങ്കോലപ്പെടുത്തുകയും ഈ സ്വർണം കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ, അതായത് സ്വർണ്ണാഭരണമല്ല, പക്ഷേ ഇതിനു മുൻപും ഒരു മോഷണ ശ്രമം ഈ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവിടെ പുറത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഉരുളി എടുത്തുകൊണ്ടുപോയി. പക്ഷേ പിന്നീട് രണ്ടാമതും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ
സാധനങ്ങൾ എടുക്കാൻ വന്ന ഘട്ടത്തിൽ അന്ന് നാട്ടുകാർ ചേർന്ന് കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോകുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസിൽ പരാതി നൽകുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതികളെ ഉടൻ തന്നെ പിടികൂടാനാകും എന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ശരി, സൈബർ വിദഗ്ധൻ വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിലാണ് ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത്. 20 പവനിലധികം സ്വർണം മോഷണം പോയി എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഷാഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.